You have no idea the fire that you have ignited within this wife. The cries of this widow will echo around the world like a battle cry. ഈ ഭാര്യയുടെ ഉള്ളിൽ നീ ആളിക്കത്തിച്ച തീ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഈ വിധവയുടെ നിലവിളി ഒരു യുദ്ധവിളി പോലെ ലോകമെമ്പാടും പ്രതിധ്വനിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട വാക്കുകളാണ് ഇത്. ചാർലി കിർക്ക് എന്ന് പറയുന്ന വളരെ പ്രതിഭാധനനായിരിക്കുന്ന, വളരെ ആത്മീയനായിരിക്കുന്ന ഒരു വ്യക്തി അനേക വ്യക്തികളുടെ മുമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയായിരുന്നു. അത് ലോക മനസാക്ഷിയെ വളരെയധികം തട്ടി ഉണർത്തിയതാണ്. വിശ്വാസികൾക്കും ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്കുമൊക്കെ അത് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു സംഭവമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. കൃത്യമായിരിക്കുന്ന ആ വെടിവെപ്പ് അദ്ദേഹത്തിൻ്റെ കഴുത്തിനെ കീറി മുറിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന രക്തം അത് ഒരു വെള്ളച്ചാട്ടം പോലെ ചാടിക്കൊണ്ട്, എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെയും ആ വെള്ളച്ചാട്ടത്തിൽ കൂടി ലോകമെമ്പാടും പരക്കുകയായിരുന്നു. അനേകർ അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് അത് കാണുന്നവർക്കൊക്കെയും രോമാഞ്ചമുണ്ടാകുന്ന രീതിയിൽ ഇന്നത്തെ ന്യൂ ഏജ് ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തെ ഉയർത്തി കാണിച്ചത് എന്നുള്ളത് വളരെ ഇൻ്റലക്ച്വലായിട്ട്, വളരെ ലോജിക്കലായിട്ട് സുവിശേഷം അനേകർക്ക് വ്യക്തമായിട്ട് യാതൊരു കലർപ്പുമില്ലാതെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഭാവിയിലെ അമേരിക്കൻ പ്രസിഡൻ്റ് എന്നുപോലും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അകാലത്തിൽ ഈ ലോകം വിട്ട് കടന്നുപോയത്. എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലൈനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ അനേക ആയിരങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം എന്താണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുവാൻ ഉച്ചത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്താണ് ഒരു ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിന് വേണ്ടി വേർതിരിക്കണമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരേ ഒരു ദൈവം യേശുക്രിസ്തു മാത്രമാണെന്ന് വ്യക്തമായിട്ട് അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ വായിക്കുമ്പോൾ വെറും വളരെ പ്രായം കുറഞ്ഞൊരു വ്യക്തി ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു കുറ്റബോധം തോന്നും. എവിടെയാണ് നമ്മുടെ ധൈര്യം? അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ നോക്കുമ്പോൾ നമുക്കെന്ത് ധൈര്യമാണ് ഉള്ളത്? ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന സമയത്തും ഇങ്ങനെയുള്ളൊരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നതാണ്. അതിൻ്റെ അലയൊലികൾ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക യുവാക്കന്മാർ, യുവതികൾ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതം കൊടുക്കുവാനായിട്ട് അവർ തീരുമാനിച്ച ഒരു സമയമാണിത്. ഒരുപക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങളിതെല്ലാം കണ്ടു കാണും. എന്നാലും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ് ഈ ചാർലി കിർക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകളാണ് ഞാനിപ്പോൾ വായിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾ വീണ്ടും ലോകത്തിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റുള്ളവരും മുൻപോട്ട് വരികയാണ്. എന്താണ് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നമ്മൾ കാണുമ്പോൾ ഈ ന്യൂ ഏജ് ഫിലോസഫി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ തെറ്റാണ് എന്ന് ധരിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും ഒരു നോം ആയിട്ട് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ്. LGBTQ നമുക്കറിയാം. അതിനെതിരെ സംസാരിക്കാൻ നമുക്ക് ഒക്കത്തില്ല. ഇപ്പോൾ ഈയിടയ്ക്കും ഞാൻ TV-യിൽ കണ്ടു, വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ അദ്ദേഹം പറയുന്നത്, എന്തിന് നിങ്ങൾ ഇതിനെ ഗേ മാരേജിനെക്കുറിച്ചും ലെസ്ബിയൻ മാരേജിനെക്കുറിച്ചും പറയുമ്പോൾ നിങ്ങൾ എന്തിനതിനെ എതിർക്കുന്നു? നിങ്ങൾക്ക് എവിടെയാണ് അതിനുള്ള റൈറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് അവരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ദെയർ ഫിലോസഫി ഈസ് ഡോമിനേറ്റിംഗ്. ഇന്ന് സാധാരണ വ്യക്തികൾക്ക് നോമായിരിക്കുന്ന കാര്യങ്ങൾ
വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർക്ക് അവർക്കെതിരായിട്ട് സംസാരിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ. ആൻഡ് ചാർലി ക്രിക്ക് വാസ് അഡ്വക്കേറ്റിംഗ് ദ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദോസ് പീപ്പിൾ. അതുകൊണ്ടാണ് ട്രംപ് അനേക കാര്യങ്ങൾ ഈ ഗേ മൂവ്മെൻറ്റിനെതിരായിട്ടൊക്കെയും അബോർഷനെതിരായിട്ടൊക്കെ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ ധൈര്യം ലഭിച്ചത്. ആ സോഴ്സ് ഇദ്ദേഹമായിരുന്നു. നോക്കുക, എത്ര ധൈര്യത്തോടെയാണ് ഒരു ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മോശമായിരിക്കുന്ന കാര്യങ്ങളെ എതിർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. നമ്മളെ തന്നെ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നെക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞൊരു യുവാവിന് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെക്കാളുമൊക്കെ നിങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യുവാനായിട്ട് കഴിയുമെങ്കിൽ, നമ്മുടെ ആയിരിക്കുന്ന സ്ഫിയറിൽ, നമ്മളായിരിക്കുന്ന ഡൊമൈനിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ആർ വി ഡൂയിങ് ദാറ്റ്? ഞാൻ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വേദപുസ്തകത്തിലുള്ള ചില വാക്കുകളും ചില വ്യക്തികളെക്കുറിച്ചൊക്കെ ഓർമ്മ വന്നത്. അനേകരുണ്ട് പറയുവാൻ. എന്നാൽ ഇന്ന് രാവിലെ സമയം ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി വ്യക്തമായ സ്റ്റെപ്പുകൾ എടുത്ത, വ്യക്തമായ തീരുമാനങ്ങൾ എടുത്ത വ്യക്തികൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാനായിട്ട് കഴിയും. അതിൽ പരാജയപ്പെട്ടവരുണ്ട്, വിജയിച്ചവരുണ്ട്. അത് വിജയം എന്താണെന്ന് നമുക്ക് ആദ്യം രണ്ട് ഉദാഹരണങ്ങളിൽ കൂടി കാണാം. പിന്നെ പരാജയം എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കാണുവാനായിട്ട് ഇന്ന് ഈ സമയം ഞാൻ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും കൂടുതൽ എന്നെ കോൾമയർ കൊള്ളിച്ചതുമായിരിക്കുന്ന ഒരു വ്യക്തി പഴയ നിയമത്തിൽ എപ്പോഴും അതൊരു വനിതയാണ്. എസ്തർ എന്ന് പറയുന്ന വനിത. എസ്തറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സക്സസ്ഫുള്ളായിട്ടൊരു കാര്യത്തെ നിവൃത്തിയാക്കിയ ഒരു വനിതയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് നമ്മൾ എസ്തറിനെ കുറിച്ച് വായിക്കുമ്പോൾ. അത് വായിക്കുമ്പോൾ, കുഞ്ഞുനാളിൽ തന്നെ വായിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകും. പിന്നെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ എസ്തർ എന്തു വലിയൊരു കാര്യമാണ് ആ രാജധാനിയിൽ ചെയ്തതെന്നുള്ളതാണ്. ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അഹസ്വേരോസ് രാജാവിൻ്റെ സന്നിധിയിൽ കിങ് സോസസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. ഹി വാസ് ട്രയിങ് ടു എലിമിനേറ്റ് ദ ഹോൾ ട്രൈബ് ഓഫ് ജ്യൂസ്. യഹൂദന്മാരുടെ ജാതിയെ മുഴുവനായിട്ട് നശിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനം രാജാവിനെ കൊണ്ടെടുത്തിരിക്കുകയാണ്. ഈ രാജാവിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഈ രാജ്യത്വത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള രാജ്യത്തിൽ അനേക ജാതികളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രത്യേക ട്രൈബിന് വേണ്ടിയോ പ്രത്യേക നേഷന് വേണ്ടിയിട്ടോ നിന്ന ഒരു രാജാവല്ലായിരുന്നു. അനേക രാജ്യങ്ങളും അനേക ജാതികളുമുള്ള ഒരു വലിയൊരു മഹാരാജ്യത്തിൻ്റെ അധിപനാണ് ഈ സെർസസ്. അപ്പോൾ ഈ സെർസസ് എന്ന് പറയുന്നത് ദാരിയവേശ് രാജാവിൻ്റെ 4ാം തലമുറയിൽപ്പെട്ട ആളാണ്. 486 BC, ക്രിസ്തുവിന് മുൻപ് 486 ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അധീനതയിൽ അനേക രാജ്യങ്ങളും കുഞ്ഞു രാജ്യങ്ങളും ഒക്കെ ചേർത്താണ് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത്. ഞാനിത് പറഞ്ഞത് അത്ര പ്രതാപവാനായിരിക്കുന്ന, അത്ര മഹത്വമുള്ള ഒരു മഹാരാജാവാണ് ഈ അഹസ്വേരോസ് രാജാവ്. അദ്ദേഹത്തിൻ്റെ രാജധാനി വളരെ വലിയ രാജധാനിയാണ്. ആ കൊട്ടാരത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ രാജധാനിയിൽ, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ അവൻ്റെ സന്നിധിയിലേക്ക് ഒരു വനിതയ്ക്ക് അവൻ്റെ റാണി എന്നുള്ള ആ പൊസിഷനേക്കാളും ഉപരിയായിട്ട് അവിടെ ധൈര്യപൂർവ്വം കയറി ചെല്ലുവാൻ തക്കവണ്ണം മനസ്സ് വെച്ച ഒരു യുവതിയാണ് ഈ എസ്തർ. എസ്തറും മൊർദെഖായിയും കസിൻസാണ്. അവർ മെഫീബോശേത്തിൻ്റെ കൊച്ചുമകളുടെ മകൾ അങ്ങനെയാണ് വരുന്നത്. ശൗലിൻ്റെ മകനായിരിക്കുന്ന യോനാഥാൻ്റെ മകനായിരിക്കുന്ന മെഫീബോശേത്തിൻ്റെ പരമ്പരയിലാണ് ഈ എസ്തറും മൊർദെഖായിയും വരുന്നത്. അവരിതാ നോക്കുക, ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയൊക്കെ കാര്യങ്ങളെ ലൈനേജ് നോക്കുക. അപ്പോൾ ശൗലിൻ്റെ കൊച്ചു മകളാണ് ഈ എസ്തർ രാജ്ഞി. ഈ എസ്തർ ഈ രാജസന്നിധി ചെന്നിട്ട് ധൈര്യത്തോടെ യഹൂദന്മാരുടെ രക്ഷയ്ക്കായിട്ട് പറയുന്ന കാര്യം നമുക്കറിയാം. എസ്തറിൻ്റെ പുസ്തകം 4:16 നമ്മൾ വായിക്കുമ്പോൾ ആ വാക്കുകളുടെ ദൃഢത നമുക്ക് മനസ്സിലാകും. എസ്തർ 4-ാം അധ്യായം 16-ാം വാക്യം. എസ്തർ ചാപ്റ്റർ 4 വേഴ്സ് 16.
Go, gather together all the Jews that are present in Shushan, and fast ye for me. And neither eat nor drink 3 days, night or day. And I also and my maidens will fast likewise. And so I go unto the king, which is not according to the law. And if I perish, I perish. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. ഇഫ് ഐ പെറിഷ്, ഐ പെറിഷ്. എത്ര ദൃഢതയുള്ള വാക്കുകളാണെന്ന് നോക്കുക. ഇഫ് ഐ പെറിഷ്, ഐ പെറിഷ്. ഞാൻ നശിക്കുമെങ്കിൽ നശിക്കട്ടെ. എനിക്ക് രാജാവിൻ്റെ സന്നിധിയിൽ പ്രവേശന നിയമപ്രകാരം സാധ്യമല്ല, എങ്കിലും ഞാൻ അവിടെ ചെല്ലും. ചെന്നിട്ട് ഇക്കാര്യത്തെ ഉണർത്തിക്കും രാജാവിൻ്റെ മുമ്പിൽ. എൻ്റെ ജനത്തിന് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി. ഇത് ചരിത്രത്തിലൊക്കെയും വലിയൊരു സംഭവമായിട്ട് എക്സ്ട്രാ അല്ലെങ്കിൽ ബിബ്ലിക്കൽ അക്കൗണ്ടുകളിലൊക്കെയും ഇത് വളരെയധികം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. യഹൂദന്മാർക്കൊരു ഒരു രക്ഷ അവിടെ വരുന്ന രംഗം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ യഹൂദന്മാർ, ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേല്യർ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. ആലോചിക്കണം, അതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. എസ്തേർ എന്ന് പറയുന്നൊരു യുവതി അവിടെ ചെന്നിരുന്നില്ല എങ്കിൽ അന്ന് യഹൂദന്മാർ മുഴുവനും മുടിഞ്ഞു പോകുമ്പോൾ ഇന്ന് ആ യഹൂദന്മാരാരും ഈ ഭൂമിയിൽ ശേഷിക്കയില്ല. കർത്താവായ യേശു ക്രിസ്തു ജനിക്കേണ്ടതായിരിക്കുന്ന ആ ജാതി ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രൊവിഷൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ ആ തീരുമാനങ്ങൾ എത്ര വലിയ തീരുമാനങ്ങളാണ്. നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ഇൻസ്റ്റൻറ്റിലുള്ള തീരുമാനങ്ങളല്ല. അവൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അനാദിയായിരിക്കുന്ന തീരുമാനങ്ങൾ. ഇനി നടക്കുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ചുവട് വെച്ചുകൊണ്ടായിരിക്കും, അതിനെയെല്ലാം കണ്ടുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും നമുക്ക് ദൈവത്തോട് വൈ എന്ന് ചോദിക്കാൻ പറ്റാത്തതിന് കാരണം. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ലേറ്റർ സ്റ്റേജസ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ല. അതുകൊണ്ട് അവർ ജഡ്ജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തിങ്സ് വിച്ച് ഹാസ് ഹാപ്പൻഡ് ഓഫ് പാസ്റ്റ് ആൻഡ് നൗ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മൊമെൻ്റ് വരെയുള്ള കാര്യങ്ങളും ഇതിന് മുമ്പുള്ള കാര്യങ്ങളും വെച്ച് മാത്രമേ നമുക്കൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. ബട്ട് ഇതിൻ്റെ അടുത്ത ഡയമെൻഷനാണ് ഇനി വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് അറിയാമെന്നുകൊണ്ടതുകൊണ്ട് ഓൾവേസ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ തീരുമാനമാണ് ഏറ്റവും വലുത്, നമ്മുടെ തീരുമാനമല്ല. നമുക്ക് ഭാഗികമായിട്ടേ അറിയത്തുള്ളൂ. ഇപ്പോൾ ചാർലി ക്രിക്ക് മരിച്ചതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വി നോ ഓൺലി ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ്, ബട്ട് വി ഡോണ്ട് നോ അബൌട്ട് ദ ഫ്യൂച്ചർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളൊക്കെയും തെറ്റുന്നതും പരാജയപ്പെടുന്നതിനും കാരണം. ഇതാ എസ്തേറിന് എന്താണെന്ന് അറിയില്ല. എസ്തേറിന് അവിടെ അറിയാവുന്നത് എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നുള്ളതാണ്. അതിന് ധൈര്യത്തോടെ അവിടെ ആ രാജധാനിയിൽ രാജാവിൻ്റെ മുമ്പിൽ നിയമപ്രകാരം അല്ലെങ്കിലും ചെല്ലുവാനായിട്ട് സന്മനസ് കാണിച്ചു. ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ എസ്തേറിൻ്റെ പുസ്തകം. നോക്കുക എത്ര ധൈര്യമാണ് അവിടെ. നോക്കുക, ഈ മൊർദെഖായിയോട് ഇക്കാര്യം ഇവിടെ പറയുന്നു. മൊർദെഖായി ആണ് എസ്തേറിനോട് വളരെ വ്യക്തമായിട്ട് നിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. നോക്കുക, നമുക്ക് ഈ ഒരു ദൗത്യം നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുമോ? മൊർദെഖായിയുടെ കൂട്ടും എസ്തേറിൻ്റെ കൂട്ടും ഒക്കെ ചിലരെയൊക്കെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ, ചിലരെയൊക്കെ ഒന്ന് ഉത്സാഹപ്പെടുത്തുവാൻ, ചിലരെയൊക്കെ ചില ബോധം വരുത്തുവാൻ, കർത്തവ്യ ബോധത്തെക്കുറിച്ചൊക്കെ ഒന്ന് അവരോട് പറയുവാൻ നമ്മളെക്കൊണ്ട് കഴിയുമോ? എസ്തേറിന് ഒരു മൊർദെഖായി ഉണ്ടായിരുന്നു, മൊർദെഖായിക്ക് ഒരു എസ്തേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൊർദെഖായിക്ക് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ കഴിയില്ല. പക്ഷേ രാജാവിൻ്റെ സന്നിധിയിൽ നിയമപ്രകാരം അല്ലെങ്കിലും ഒരുപക്ഷെ കയറുവാൻ സാധ്യതയുള്ളത് എസ്തേറിനാണ്. ആ എസ്തേറിനോട് മൊർദെഖായി ധൈര്യം നൽകുകയാണ്. എസ്തേർ അത് ഉപയോഗിക്കുകയാണ്. ഇവിടെ ഇതാ ദൈവം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി എന്നുള്ളതാണ്. എത്ര നമുക്ക് ഉത്സാഹം തരുന്നതാണ് എസ്തേറിൻ്റെ പുസ്തകം എന്നറിയാമോ? ഒന്ന് വായിച്ചാൽ അല്ലേ? ദൈവം കാര്യങ്ങളെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഹാമാൻ നിർമ്മിച്ച കഴുമരത്തിൽ അവൻ തന്നെ മരിക്കുക എന്നുള്ളത് ഒരു ഫിക്ഷണൽ നോവലിൽ പോലും കാണാത്ത രീതിയിലാണ് അവിടെ സംഭവിക്കുന്നത്. ഹൗ ട്രെമൻഡസ്ലി ഗോഡ് ഈസ് ആക്ടിങ്. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്.
വി നോ ഓൺലി ലിറ്റിൽ. നമുക്ക് ചെറിയ കാര്യങ്ങളെ അറിയത്തുള്ളൂ. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചെയ്ത തീരുമാനങ്ങൾ ധൈര്യത്തോടെ നമ്മൾ എടുക്കുമ്പോൾ ഗോഡ് അറേഞ്ചസ് ദ ബാക്ക്ഗ്രൗണ്ട്. ദൈവം അതിൻ്റെ പുറകിൽ അനേക കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടിരുന്നു, സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ വരുന്നു, എല്ലാം കോമ്പിനേഷൻ, പല കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ധൈര്യത്തോടെ യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗോഡ് അറേഞ്ചസ് എവറിത്തിങ്. ഇതിൽ കൂടുതൽ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുമോ? എസ്തർ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഇഫ് ഐ പെറിഷ് ഐ പെറിഷ്, ഞാൻ നശിച്ചു പോകുന്നെങ്കിൽ നശിച്ചു പോകട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ജാതിയുടെ വീണ്ടെടുപ്പിന്, രക്ഷയ്ക്ക് കാരണമായി തീർന്നു. രണ്ടാമത്തെ വ്യക്തി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വീണ്ടും ഒന്ന് എടുത്ത് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദാനിയേലിനെ കുറിച്ചാണ്. ദാനിയേലും ഇതേപോലെ വലിയൊരു ചക്രവർത്തിയുടെ മുമ്പിലാണ് ദാനിയേൽ നിൽക്കുന്നത്. എന്ത് ധൈര്യമാണ് ദാനിയേലിന് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാനിയേൽ നിൽക്കുന്നത് ഈ വലിയ ദാരിയസ്, അഹസ്വേരോസിനൊക്കെ മുമ്പുണ്ടായിരുന്ന ദാരിയവേശ് രാജാവിൻ്റെ സന്നിധിയിലാണ്. ഈ ദാരിയവേശ് രാജാവ് വലിയൊരു മഹാനായിരിക്കുന്ന ഡാരിയസ് ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. ആ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ ഈ ദാരിയവേശ് രാജാവിൻ്റെ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ദാരിയവേശ് രാജാവ് പിന്തുടർന്നിരുന്ന മതം എന്ന് പറയുന്നത് സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതമാണ്. ആ മതമാണ് അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അനേക ജാതികളും മതങ്ങളും ഇവരുടെ രാജ്യത്തുള്ളത് കൊണ്ട് ഇദ്ദേഹം എല്ലാവർക്കും തുല്യ നീതിയൊക്കെ ഉറപ്പാക്കാൻ ശ്രമിച്ചിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവർക്കും തുല്യ നീതിയും എല്ലാവർക്കും അവരവരുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള പെർമിഷനൊക്കെ കൊടുത്തിരുന്നു. യഹൂദന്മാർക്കും ആ പെർമിഷൻ കൊടുത്തിരുന്നു, എല്ലാ ജാതികൾക്കും അദ്ദേഹം ആ പെർമിഷൻ കൊടുത്തിരുന്നു. ഇദ്ദേഹം ഈ രീതിയിലാണ്, ഇദ്ദേഹം ഈ മതത്തെ പിൻപറ്റുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഒരു സ്റ്റേജ് വന്നപ്പോൾ അദ്ദേഹം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പേര് അഹൂര മസ്ദ എന്നാണ്. അഹൂര മസ്ദ. ഇതൊന്നും ചുമ്മാ വെറുതെ നിങ്ങൾക്കൊന്ന് ചരിത്രപരമായിരിക്കുന്ന അറിവുകൾ തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അഹൂര മസ്ദ എന്ന് പറയുന്ന രാജാവിനെയാണ്, ഒരു ദൈവത്തെയാണ് ഇദ്ദേഹം ആരാധിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ട് ഒരു സ്റ്റേജ് വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് അഹൂര മസ്ദ, എന്നിലാണ് അഹൂര മസ്ദയുള്ളത് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം ഹി സ്റ്റാർട്ടഡ് ഐഡൻറ്റിഫൈ ഹിംസെൽഫ് വിത്ത് അഹൂര മസ്ദ. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇത് മറ്റുള്ളവരുടെ പ്രചോദനത്തിലോ പ്രോത്സാഹനത്തിലോ ആയിരിക്കാം. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇനി നിങ്ങൾ എന്നെ ആരാധിച്ചാൽ മതി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയാണ്. അപ്പോഴാണ് ഈ രേഖ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് ദാനിയേൽ എന്ത് ചെയ്തത്? ദാനിയേൽ എന്താ ചെയ്തത്? നമുക്ക് അതിൻ്റെ 10ാമത്തെ വാക്യം നോക്കാം. ദാനിയേൽ 6:10. ദാനിയേൽ 6-ാം അധ്യായം 10ാം വാക്യം. ഡാനിയേൽ ചാപ്റ്റർ 6 verse 10. Yeah, he kneeled down upon his knees 3 times a day and prayed and gave thanks before his God as he did aforetime. മുൻപ് ചെയ്തിരുന്നത് പോലെ അദ്ദേഹം അത് ചെയ്യുവാനായിട്ട് തുടങ്ങി. വാതിലുകളെ തുറന്നിട്ടുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോളൂ, ഈ കൽപ്പനയെ ഞാൻ നിരസിക്കുവാനായിട്ട് പൊതുവായിട്ട് പബ്ലിക്കായിട്ട് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് ദാനിയേൽ അവിടെ പറയുകയാണ്. നോക്കുക, എന്ത് ധൈര്യം വേണമെന്നറിയാമോ? ഈ മഹാരാജാവിൻ്റെ കൽപ്പനയെ ധിഖരിക്കുക. നമുക്ക് ഇന്ന് ധിഖരിക്കാനുള്ള നമുക്കുള്ള ധൈര്യം നമുക്കുണ്ടോ? നമ്മൾ ധിഖരിക്കണമെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ ആ ധൈര്യത്തെക്കുറിച്ചാണ് ഞാൻ. എവിടെയൊക്കെയാണ് നമ്മൾ ഒന്ന് മൗനമായി ഇരുന്നു പോയത്? എവിടെയൊക്കെയാണ് നമ്മുടെ വായ തുറക്കാതിരുന്നത്? എന്തെല്ലാം സാഹചര്യങ്ങൾ എൻ്റെ വ്യൂസ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം, എൻ്റെ കർത്താവിനെക്കുറിച്ച് എൻ്റെ പോളിസി ഇതാണ് എന്ന് പറയുവാൻ ധൈര്യമില്ലാതിരുന്ന സമയങ്ങളുണ്ട്. ഞാനിങ്ങനെയാണ് പല കാര്യങ്ങളെയും ഞാൻ കാണുന്നത്. പലപ്പോഴും ചോദിക്കും, അത് ചെയ്തത് ശരിയാണോ, ഇത് ചെയ്തത് ശരിയാണോ, ക്രിസ്ത്യാനികൾക്ക് ഇത് ചെയ്യാമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നതും പേഴ്സണലായിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, പേഴ്സണലായിരിക്കുന്ന ഒരാൾക്കുള്ള കറേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങൾക്കും നോ പറയാനുള്ള ധൈര്യം ലഭിക്കുന്നത്.
ആ നോ പറയുവാനായിട്ട് ധൈര്യമില്ലെങ്കിൽ യു വിൽ സ്റ്റാർട്ട് ടെല്ലിങ് അബൌട്ട് ദ പോസിറ്റീവ് തിങ്സ് അബൌട്ട് ദോസ് തിങ്സ്. നമുക്ക് ഇൻക്ലൂസീവ്നെസ് ആണ്, നമ്മൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ തയ്യാറാണ്. നമ്മൾ ശ്രദ്ധിക്കണം, പലതിനെയും ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാണ്. ഇത് എവിടെ വന്നു എന്നറിയാമോ? സകലത്തിനെയും ഉൾക്കൊള്ളുവാൻ ഉള്ള തയ്യാറുള്ള മനസ്സ് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. നാരോ മൈൻഡഡ്നെസ് ഈസ് റോങ്. സങ്കുചിത മനോഭാവം തെറ്റാണെന്ന് പറയുന്നതാണ് ലോകം. ബട്ട് ഐ സേ നാരോ മൈൻഡഡ്നെസ് ഈസ് കറക്റ്റ്. സങ്കുചിത മനോഭാവം കറക്റ്റാണ്. എവിടെയാ? നമ്മളെല്ലാവരും അത് കാണിക്കുന്നവരാണ്. ഇത് എൻ്റെ ഭാര്യ എന്ന് ഞാൻ പറയുമ്പോൾ അത് നാരോ മൈൻഡഡ്നെസ് ആണ്. എൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ അത് നാരോ മൈൻഡഡ്നെസ് ആണ്. എൻ്റെ സഭയെന്ന് പറയുമ്പോൾ അത് നാരോ മൈൻഡഡ്നെസ് ആണ്. ശരിയല്ലേ? അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നാരോ മൈൻഡഡ്നെസ്, എല്ലാവർക്കുമുണ്ട് സങ്കുചിത മനോഭാവം, എല്ലാവർക്കുമുണ്ട്. നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. യു കനോട്ട് ബ്രിങ് എവറിത്തിങ് ടുഗദർ. അതും ശരി ഇതും ശരി നമുക്ക് പറയാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ എല്ലാം നമുക്ക് പരാജയത്തിന് കാരണമായി തീർന്നത്. വി ട്രൈ ടു ഇൻക്ലൂഡ് എവറിത്തിങ്. അത് ശരിയാണ്. പാപം ചെയ്യുന്നവരെ നോക്കിയിട്ട് ഓക്കെ, ആ സഹോദരൻ ബലഹീനതയിൽ വീണുപോയി, നമുക്കങ്ങ് ക്ഷമിച്ചേക്കാമെന്ന് പറയുന്നത് ഇൻക്ലൂസീവ്നെസ് ആണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറുള്ളവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, മറ്റ് ജാതീയമായ ആചാരങ്ങളിൽ പങ്കെടുക്കുമ്പോഴൊക്കെയും ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. ധൈര്യമില്ല. ഇവിടെ ദാനിയേൽ പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല, ഐ വിൽ നോട്ട് ഡു എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അവിടെ പോസിറ്റീവായിട്ട് ഞാൻ ആ സമയം ജനൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ദാനിയേലിനെ കുറിച്ചൊക്കെ പാടും പ്രസംഗിക്കും, എല്ലാം ചെയ്യും. ആർ വി ഡെമോൺസ്ട്രേറ്റിംഗ് ദീസ് തിങ്സ് ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ഒരറ്റം നമ്മളെ ആരും, ഇന്ത്യയിൽ മഹാരാജ്യത്തിൽ നമ്മളെ ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു കാര്യം ചെയ്യാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഒരു കാര്യത്തിൽ പങ്കെടുക്കണമോ ഇല്ലയോ എന്നുള്ളത് ഉള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. യു ക്യാൻ ടേക്ക് പാർട്ട് ആൻഡ് യു ക്യാൻ അവോയ്ഡ് ദാറ്റ്. ആൻഡ് ഇഫ് യു ആർ വില്ലിംഗ് ടു ടേക്ക് പാർട്ട് ഇൻ ദാറ്റ്, ജാതീയമായിരിക്കുന്ന ആചാരങ്ങളിൽ, ജാതീയമായിരിക്കുന്ന ദേവനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ധൈര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. ജാതീയമായിരിക്കുന്ന കൾച്ചർ നിങ്ങൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ, അതിനെ പിൻഗമിക്കുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഹാവിങ് ദ കറേജ് ടു അപ്പോസ് ദാറ്റ്. ധൈര്യമില്ല. അതുകൊണ്ടാണ് അത് ഇൻക്ലൂസീവ്നെസ് എന്നുള്ള ഒരു നല്ലൊരു ഫോം കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ മതത്തെയും ഇൻക്ലൂഡ് ചെയ്യുന്നു, എല്ലാ കൺസെപ്റ്റും ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതാണ്. ചില കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഐ ഹാഡ് ടു പേ ലോട്ട് ഓഫ് പ്രൈസ് ഫോർ ദാറ്റ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നഷ്ടമായി, പലർക്കും നഷ്ടമായി, പലരുണ്ട് അങ്ങനെ നഷ്ടമായവർ. ഐ കനോട്ട് ഡു ദാറ്റ്, ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. When you believe that God is able to do everything, whatever you require, God will, if God can provide that, അങ്ങനെ ചെയ്യാൻ ദൈവത്തിന് കഴിയുന്നുണ്ടെങ്കിൽ you can take any decision. ഇത് വ്യക്തിപരമായിരിക്കുന്നതാണ്, ഇതാരെ ഇമ്പോസ് ചെയ്യാൻ പറ്റൊരു കാര്യമല്ല. So many things in our life is like this. ഇങ്ങനെയാണ് ജാതീയമായിരിക്കുന്ന ആചാരങ്ങൾ, ജാതീയമായിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുണ്ടെങ്കിൽ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് കറേജ്, ദാനിയേലിൻ്റെയൊക്കെ വായിച്ചിട്ട് കോൾമയർ കൊണ്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇഫ് യു കനോട്ട് ഡു എ സ്മോൾ തിങ് ഇൻ യുവർ ലൈഫ്, ചില കാര്യങ്ങൾ വിടാനായിട്ട്, ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനായിട്ട്, പ്രഷ്യസ് ആണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനൊക്കെ ഉള്ളതിന് ധൈര്യം വേണം. ജാതീയമായിരിക്കുന്ന ആചാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം. അങ്ങനെ ചെയ്യുന്നവരെ നേരെ അധിക്ഷേപം പറയുന്നതല്ല. ഇന്ന് പക്ഷേ ലോകം മാറി. ഇതെവിടെ നിന്നാണ് വന്നത്? ഈ ഇൻക്ലൂസീവ്നെസ് നമുക്ക് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് അറിയാമോ? നമ്മൾ അറിയാതെ there is a culture within us. നമ്മൾ അറിയാതെ നമുക്കൊരു കൾച്ചറുണ്ട്. എന്താണെന്നറിയാമോ? ബിക്കോസ് നമ്മൾ ജീവിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് അത് ഹിന്ദു സംസ്കാരം. ഹിന്ദു സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്, എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ സുവിശേഷ പ്രവർത്തനം ചെയ്താൽ വളരെ തെറ്റായൊരു കാര്യമാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം സുവിശേഷ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ വന്ന് ഞങ്ങളെ വിളിച്ചിട്ട് വലിയ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു സന്തോഷമായി. അല്ലേ? നമ്മളിങ്ങനെ പരസ്യമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് പറയുക,
ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, എന്നാൽ നിങ്ങളതിൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഞങ്ങളൊരു 7 പേരുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം റൂം തുറന്നു. ഇതാണ് എൻ്റെ പൂജാമുറി. ഞാൻ വിചാരിച്ചു ആ പൂജാമുറിയിൽ യേശു ക്രിസ്തുവിനെ വെച്ചായിരിക്കും ആരാധിക്കുന്നത് എന്നുള്ള ആ ചിന്തയിലാണ് ഞാൻ ആ പൂജാമുറിയിലേക്ക് ചെല്ലുമ്പോൾ ലോകത്തുള്ള സകല ദൈവങ്ങളും ഉണ്ട്. ആ ലോകത്തുള്ള സകല ദൈവത്തിൻ്റെയും കൂടെ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുക, എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്. ഞങ്ങൾ പറഞ്ഞു അതല്ല, ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തു, ഞങ്ങളുടെ പറയുന്ന യേശു ക്രിസ്തു എക്സ്ക്ലൂസീവാണ്, എല്ലാത്തിൻ്റെയും കൂടെ ഇരിക്കുന്നതല്ല. ഈ കൾച്ചർ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്വഭാവം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മളും അതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അവർ ചെയ്യുന്നെങ്കിൽ ഞങ്ങളും ചെയ്യും, അവർ ചെയ്യുന്നത് ഞങ്ങളും ചെയ്യും. ഞങ്ങൾ വലിയ വിശാല മനസ്കരാണ്. ദാറ്റ് ഈസ് റോങ്. ദാനിയേൽ അവിടെ വലിയൊരു പ്രൈസ് കൊടുക്കാനായിട്ട് തയ്യാറായി നിന്നൊരു ദാനിയേലിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ചരിത്രമൊക്കെ വായിച്ചിട്ട് നമ്മളിങ്ങനെ കോൾമയറൊന്നും കൊള്ളണ്ട, ആവേശം കൊള്ളേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്തിട്ട് വന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുക. ദാനിയേലിനേക്കാളും കൂടുതൽ സ്വാധീനം അതിനുണ്ടാവും. ഇന്ന് അവിടെ ഈ ചാർലി ക്രിക്കിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹി ടുക്ക് എ സ്റ്റാൻഡ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ്. ഇഫ് ഹി വാസ് അക്കോമഡേറ്റിംഗ് എവറിത്തിങ്, എല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരോടും ചേർന്ന് പോകേണ്ടതിനാണെങ്കിൽ ഒരു വ്യത്യാസവും അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഈയിടയ്ക്കുണ്ടായ ഏറ്റവും വലിയ സംഭവമാണ് നേപ്പാളിലുണ്ടായ സംഭവം. ആരെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്താ നേപ്പാളിൽ സംഭവിച്ചത്? ആ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ക്വിസ് കോമ്പറ്റീഷനിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം ഏതാണെന്ന്. ചിലരൊക്കെ ചാടി എഴുന്നേറ്റ് ഇന്ത്യയാണെന്ന് പറയും. എന്നാൽ നേപ്പാളായിരുന്നു. എന്നാൽ ഇന്ന് നേപ്പാൾ അതല്ല, അതറിയാമല്ലോ. അവിടെ നിന്ന് നേപ്പാൾ കമ്മ്യൂണിസത്തിലേക്ക് വഴുതി വീണു. ആ കമ്മ്യൂണിസത്തിൽ നിന്ന് ഞാനിപ്പോൾ ഈയിടയ്ക്ക് ഞാൻ വായിച്ചപ്പോൾ അവിടുത്തെ മാറ്റത്തിന് കാരണം അവിടെ ചെയ്ത ക്രിസ്തീയ പ്രവർത്തനങ്ങളാണ്. സാധാരണ സുവിശേഷകന്മാർ പല സഭകളിലുള്ളവർ പോയി അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് സൈലൻ്റായിട്ട് വേർപാടുകാർ, പെന്തക്കോസ്തുകാർ, മർത്തോമക്കാരൊക്കെ പോയി അവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അനേക സഭകളുണ്ടായി. ഇന്നതൊരു ക്രിസ്ത്യൻ കൺട്രി ആണെന്ന് അൺഒഫീഷ്യലി പറയാൻ പറ്റും. ആ രീതിയിലായി നേപ്പാൾ. ഫ്രം എ ഹിന്ദു കൺട്രി ഇറ്റ് ഹസ് ചേഞ്ച്ഡ് ടു എ ക്രിസ്ത്യൻ കൺട്രി. എന്തൊരു ട്രാൻസ്ഫർമേഷൻ ഇൻ അവർ ലൈഫ് ടൈം. നമ്മുടെ തലമുറയിൽ, നമ്മുടെ മുമ്പിൽ ഒരു രാജ്യം മൊത്തം മാറുകയാണ്. നോക്കുക, ധൈര്യത്തോടെ അവിടെ പോയവരെ ഞാൻ ആലോചിക്കും. 10, 30, 40 വർഷം മുമ്പൊക്കെ ചെല്ലുമ്പോൾ ഒരു ഹിന്ദു രാജ്യത്താണ് അവിടെ പോയി സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, ഇവിടെ നിന്നൊക്കെ നമ്മളൊരു കംഫോർട്ട് സോണിൽ നിന്നിട്ട് വി ആർ ടെല്ലിങ് സോ മെനി തിങ്സ്. നമ്മളിതൊക്കെ വായിക്കും, ആവേശം കൊള്ളും, പ്രാർത്ഥിക്കും, നല്ലതാണ്. പക്ഷേ അവിടെ ചിലരൊക്കെ പോയി പ്രവർത്തിച്ചു, രാജ്യം മാറി, എൻലൈറ്റൻഡായി. എന്താണ് നീതി, എന്താണ് ന്യായം എന്നുള്ളത് ക്രിസ്തു മതത്തിനല്ലാതെ വേറെ ഒന്നിനും കൊടുക്കാനായിട്ട് കഴിയത്തില്ല. വേറെ ഒരു റിലിജ്യനും ക്രിസ്തീയ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പ്രസ്താവിക്കുന്ന ഒരു മതവുമില്ല. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഒൺലി ക്രിസ്തു മതം, ഒൺലി ക്രിസ്ത്യാനിറ്റി ക്യാൻ ബ്രിങ് ദാറ്റ്. ലോകത്തിന് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന ഒരേ ഒരു മതം ക്രിസ്തു മതമാണ്. അതുകൊണ്ട് അവിടുത്തെ യങ്സ്റ്റേഴ്സ്, ഇന്നത്തെ ജെൻസി എന്ന് പറയുന്ന ആ യങ്സ്റ്റേഴ്സ് എല്ലാം മനസ്സിലാക്കി വാട്ട് ഈസ് ജസ്റ്റിസ്, എന്താണ് നീതി, എന്താണ് ന്യായമെന്ന് മനസ്സിലാക്കിയപ്പോൾ ബട്ട് ദേ ടുക്ക് എ റോങ് പാത്ത്. വേറെ ഒരുപക്ഷെ തെറ്റായ വഴിയായിരിക്കാം അവർ തിരഞ്ഞെടുത്തത്. അവർ തെരുവിലേക്ക് ഇറങ്ങി. എന്തുവായിരുന്നു നടന്നത്? രാജ്യത്വത്തെ മാറ്റി. രാജാക്കന്മാർ ഓടേണ്ടി വന്നു, മന്ത്രിമാരോടി. അവിടുത്തെ പ്രധാനമന്ത്രിക്ക് വരെയും ജീവൻ രക്ഷപ്പെടുത്തുവാനായിട്ട് ഓടേണ്ടതായിട്ട് വന്നു. മാറ്റി. വിശ്വാസത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിന് മാറ്റം വരുത്തുവാനായിട്ട് കഴിയും. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഓരോ ഏരിയകളിൽ ഇഫ് യു ടേക്ക് എ സ്റ്റാൻഡ് ഫോർ ഗാഡ്, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾക്ക് എടുക്കുവാൻ കഴിഞ്ഞാൽ അനേക മാറ്റങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മാറ്റുവാനായിട്ട് കഴിയും, മാറുന്നത് കാണുവാനായിട്ട് കഴിയും. ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ മാറുന്നത്. വളരെ മോശമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഒരു സാക്ഷ്യം നിമിത്തമായിരിക്കാം, നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് നിമിത്തമായിരിക്കാം, നിങ്ങളെടുത്ത ഒരു സ്റ്റാൻഡ് നിമിത്തമായിരിക്കാം അദ്ദേഹത്തിന് ആലോചിക്കാൻ തുടങ്ങുന്നത് why she kept away from this, why he kept away from this, why he didn't eat this,
വൈ ഷീ ഡിൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദീസ്, ഇതിലെന്തുകൊണ്ട് പങ്കെടുത്തില്ല, എന്തുകൊണ്ട് ഇത് കഴിച്ചില്ല, എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ളത് ഒരു ചോദ്യമുണ്ടാക്കുവാനായിട്ട് മറ്റുള്ളവരിൽ കഴിയണം. ഓൾവേസ് തിങ്ക് അബൌട്ട് ദാറ്റ്. എൻ്റെ ആക്ഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാനായിട്ട് കഴിയും. ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഇവർക്കെല്ലാം ആധാരമായിരിക്കുന്ന, ഇവരുടെ എല്ലാം ചിന്തകൾക്ക് ആധാരമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. 37-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. ദ സ്റ്റെപ്സ് ഓഫ് എ മാൻ ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോർഡ് ആൻഡ് ഹി ഡിലൈറ്റ്സ് ഇൻ ഹിസ് വേ. അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. When he fails, he will not be hurled headlong because the Lord is the one who hold his hand. എത്ര നല്ല വാക്യമാണ്. എന്നാൽ ഇനി പരാജയപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊന്ന് പറയാം. ഒന്ന്, നമുക്കറിയാം മോശ, അല്ലേ? മോശ പരാജയപ്പെട്ട ആളാണോ? മോശയുടെ പരാജയത്തെ ദൈവം വിജയമാക്കി തീർത്തതാണ്. ആ മോശ എന്നൊരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പരാജയത്തിൻ്റെ കുഴിയിലേക്ക് വീണൊരു വ്യക്തിയാണ്. എന്താ പരാജയം അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹം പല പ്രാവശ്യം, ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് വളരെ, മോശ ഇങ്ങോട്ട് ദൈവത്തോട് വീണ്ടും 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 ചോദിക്കുക, ദൈവം എന്തുമാത്രം, നമ്മളായിരുന്നെങ്കിൽ എന്ത് ഇറിറ്റേറ്റഡ് ആവുമെന്നറിയാമോ? ആ ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്നും അധികം പോകാത്തത്. മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 11 13 വാക്യങ്ങൾ, എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 11 and 13. പുറപ്പാട് പുസ്തകം 3:11-13 പറയുക, മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് ചോദിക്കുക. എനിക്കതിനുള്ള കഴിവുണ്ടോ ഈ വലിയ ദൗത്യത്തെ ഏറ്റെടുക്കുവാൻ? മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു പറയുമ്പോൾ അവൻ്റെ നാമം എന്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? മിസ്രയീമ്യരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയും? ഇസ്രായേല്യരുടെ മുമ്പിൽ എന്ത് പറയും? ഇതാണ് മോശയുടെ എക്സ്ക്യൂസ്. പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ആ രീതിയിൽ ആ സമയത്ത് മോശ. ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തെ, ദൗത്യത്തെ ഏറ്റെടുക്കാൻ കഴിയാതെ ദൈവത്തിന് മുമ്പിൽ തൻ്റെ കഴിവുകേടുകളെ പറയുക, ദൈവത്തിന് അറിയാൻ പാടില്ലാത്ത പോലെ. നമ്മളും പരാജയപ്പെടുന്നത് എവിടാണെന്നറിയാവോ? ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, ദൈവം ചില കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ദൈവം എൻ്റെ കഴിവുകളാൽ നിറച്ചിരിക്കുമ്പോൾ, എനിക്ക് ചില പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുമ്പോൾ, ദൈവം വ്യക്തമായി എന്നോട് കൽപ്പിക്കുമ്പോൾ ഞാനത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുകയാണ്. മോശ പരാജയപ്പെട്ടത് അവിടെ അങ്ങനെയാണ്. എത്ര വലിയ ദൗത്യമാണ് ദൈവം ഏൽപ്പിക്കുന്നത്. ഈ ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു മോശയാണ്. എന്നാൽ മോശയ്ക്ക് ആ വലിയൊരു കർത്തവ്യം എടുക്കുവാനായിട്ട് അവിടെ മടി കാണിക്കുന്ന മോശ. നോക്കുക, നമ്മളിതൊരു വലിയൊരു പാഠമാണ്, നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ്. ദൈവം എന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, ഇവിടെ നമുക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വി ഹാവ് എ സ്യൂഡോ ഹ്യൂമിലിറ്റി, അല്ലെങ്കിൽ ഫാൾസ് ഹ്യൂമിലിറ്റി, കപട വിനയം എന്ന് പറയും. നമുക്കെല്ലാവർക്കുമുള്ള ഒരു സ്വഭാവമാണ് ഈ കപട വിനയം. ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേനും, ഓ ബ്രദറെ ഞാനാണോ അത് ചെയ്യേണ്ടത്, സഹോദരി ഞാനാണോ ചെയ്യേണ്ടതെന്ന് പറയുന്ന ആ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നമുക്കുണ്ടല്ലോ. അത് ഹ്യൂമിലിറ്റി അല്ല, അത് കള്ളത്തരത്തിൽ നിന്ന് വരുന്നതാണ്, കപടമാണത് ആ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ബ്രദറെ ഒരു പാട്ട് തുടങ്ങിക്കോട്ടെ, ഓ ഞാനാണോ, ബ്രദറെ അതൊരു കാര്യം ചെയ്താട്ടെ, ഓ ഞാനാണോ എന്ന് പറയുന്നൊരു സ്വഭാവം നമുക്കില്ലേ? ഇത് ദൈവത്തോട് നമ്മൾ കാണിക്കും. പക്ഷേ മോശ അതല്ല കാണിച്ചത്. മോശ കപട വിനയമല്ല കാണിച്ചത്. മോശയ്ക്ക് ഉള്ളിൽ ഭയങ്കര ഭയമായിരുന്നു. എങ്ങനെയാണ് ഞാനിത് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ കപട വിനയം കാണിക്കുന്നവരാ, എന്നിട്ട് രണ്ടാമത് നിർബന്ധിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും, അല്ലേ? അപ്പോഴാണത് കപട വിനയം എന്ന് മനസ്സിലാകുന്നത്. ഒന്നുകൂടെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും, അപ്പോൾ അത് കപട വിനയമാണ്. എന്നാൽ മോശ അതല്ല കാണിച്ചത്. മോശയ്ക്ക് ഭയമായിരുന്നു. നമുക്ക് അതുകൊണ്ട് നമുക്ക് ഭയമാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഭയമാണ്. ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്യുന്നു, ദൈവം നമുക്ക് കഴിവ് തരുന്നു എന്ന് കാണുമ്പോഴും അത് ചെയ്യാൻ ഭയമാണ്. ഞാൻ എന്തിനാ അത് ചെയ്യുന്നത്? ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയത്തില്ലേ? ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, അയ്യോ നിങ്ങളെ എന്തിനാ ദൈവം ഏൽപ്പിക്കുന്നത്? ദൈവം മനസ്സിലാക്കി യു ആർ ഏബിൾ ടു ഹാൻഡിൽ ദാറ്റ്. ഇത് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നത്.
ആൻഡ് വൈ യു ആർ ഷൈയിങ് അവേ, എന്തുകൊണ്ട് അതിന് പുറകോട്ട് പോകുന്നു? യു ആർ ഡൂയിങ് എ ക്രൈം ദെയർ, ഓർ റാദർ യു ആർ കമ്മിറ്റിംഗ് എ സിൻ ദെയർ. ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ നിന്ന് ഒരു കാരണവശാലും പുറകിലോട്ട് പോകരുതെന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഹൂ ആർ യു ടു സേ നോ? ദൈവം എക്വിപ്പ് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു സഹോദരന്മാരുടെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ദൈവം പറയുക യു ആർ ഏബിൾ ടു ഡു എന്ന് പറയുമ്പോൾ പറയുക ഇല്ല, ഞാൻ ചെയ്യത്തില്ല, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, ഞാൻ ചെയ്യത്തില്ല. പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, പ്രാർത്ഥനയുടെ പോയിന്റ്സ് കളക്ട് ചെയ്യുവാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയും. യു ഹാവ് ഗിവൺ ദ സ്കിൽ, യു ഹാവ് ഗിവൺ ദ ബ്രെയിൻ ഫോർ ദാറ്റ്. അപ്പോൾ പറയുക ഞാൻ ചെയ്യത്തില്ല, ചുമ്മാതെ പറയുക, ചെയ്യുകയില്ല. അലസത, മടി ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ കപട വിനയം കൊണ്ട് ചെയ്യാതിരിക്കുമ്പോൾ ഓർക്കുക, എത്രയോ പേര് വില കൊടുത്തതാണെന്നറിയാമോ? മോശയ്ക്ക് പകരം ദൈവത്തിന് പേര് പലരെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. അഹരോനെ ദൈവം ഏൽപ്പിച്ചു, അല്ലേ? അതിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ മോശ അത് തീരുമാനിച്ചിരുന്നെങ്കിൽ പിസ്ക കൊടുമുടിയിൽ കയറി നിന്ന് നോക്കിയപ്പോൾ മോശയ്ക്ക് ഭയങ്കര കുറ്റബോധം തോന്നിക്കാണും, അല്ലേ? അവിടെ കൊടുമുടിയിൽ കയറി നിന്നപ്പോൾ കുറ്റബോധം തോന്നിക്കാണും. നമുക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ലേറ്റർ ഓൺ കുറ്റബോധം തോന്നും. അയ്യോ, ഞാൻ ചെയ്യേണ്ടതല്ലായിരുന്നോ, എന്നെ ദൈവം പറഞ്ഞതല്ലായിരുന്നു എന്നോട് ചെയ്യാനായിട്ട്, എനിക്ക് ആ ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചതല്ലായിരുന്നോ, ഞാനത് ചെയ്തില്ല. ഇപ്പോൾ വിളവ് കാണുമ്പോൾ, അവിടുത്തെ വർധനവ് കാണുമ്പോൾ, അവിടുത്തെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്തിനാണ് ഇതിനൊക്കെ മാറി നിന്നത്? ഐ വുഡ് ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ്. അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഇരിക്കാമായിരുന്നു. ദൈവം പ്രതിഫലം കൊടുക്കുമ്പോൾ ഞാനും കൂടെ പോയി നിൽക്കാമായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം പറയും നീ അവിടെ ഇരി, നിനക്കിതിൽ യാതൊരു പങ്കുമില്ല. ഒരിക്കലും ദൈവം നമുക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങളെ ഈ മോശ കളഞ്ഞു കുടിച്ചതുപോലെ ഒരിക്കലും കളയരുതേ, ഒരിക്കലും വേണ്ട എന്ന് വയ്ക്കരുത്. ഒരിക്കലും അതെല്ലാം എന്നെ കൊണ്ട് ഒക്കുകയല്ല എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കരുത്. ദൈവം നിങ്ങളെ കൃപമേൽ കൃപ നമ്മൾ സാധാരണ പറയുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അതിനും കൃപ തന്നുകൊണ്ടേയിരിക്കും ദൈവം. മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ മോശയുടെ കൃപ, മോശയുടെ മേൽ ദൈവം നൽകിയിരുന്ന മോശയ്ക്ക് നൽകിയിരുന്ന പവർ ദൈവം എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ആർക്കെങ്കിലും പറയാമോ? എത്ര പേർക്കാണ് ദൈവം ഡിവൈഡ് ചെയ്ത് കൊടുത്തതെന്നറിയാമോ? 70 പേർക്ക് ദൈവം ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സിംഗുലറിലാണ്. മോശയ്ക്ക് ഉണ്ടായിരുന്ന ദൈവകൃപ, മോശയ്ക്കുണ്ടായിരുന്ന ദൈവിക ശക്തി 70 പേർക്കാണ് അവിടെ പിരിച്ചു കൊടുത്തത്, ദൈവം മുറിച്ച് കൊടുത്തത്. ആ 70 പേരാണ് സന്നദ്ധി സംഘമായിട്ട് മാറിയത്. അവരാണ് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ലോങ് ടേമിൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വെൻ യു സേ നോ, അത് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യമാണ്. ഇനിയും എക്സ്റ്റൻസീവായിട്ട് പറയാനുള്ളത് പത്രോസിൻ്റെ കാര്യമാണ്. ഈ പത്രോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് എന്താ ചെയ്തത്? പത്രോസ് വളരെ പേടിച്ചിരുന്നൊരു വ്യക്തിയാണ്. ആദ്യമൊക്കെ ഭയങ്കര ധൈര്യമാണ്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പൗലോസിന് മാറ്റം ഉണ്ടായത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ, അല്ലേ? നമ്മുടെയൊക്കെ പലരുടെ മൂഡ് സ്വിങ്സ് എന്നൊക്കെ നമ്മളിപ്പോൾ ഓമനപ്പേരിട്ട് വിളിക്കും. മണിക്കൂർ കൊണ്ടാണ് സ്വഭാവം മാറുന്നത്. 1 മണിക്കൂർ മുമ്പ് നല്ല സന്തോഷമായിട്ടിരുന്ന 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ സ്വഭാവം മാറി. പത്രോസ് ആദ്യം ധൈര്യമായിരുന്നു, വാളെടുത്തൊക്കെ വെട്ടി, ചെവിയൊക്കെ വെട്ടി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് പാവം ഒരു സ്ത്രീ വന്ന് ചോദിച്ചപ്പം പറയുക, എന്താ പറയുന്നത്? എനിക്ക് അറിയാൻ വയ്യ. എനിക്കിത് അറിയാൻ വയ്യ. നമ്മളങ്ങനല്ലേ? കംപ്ലീറ്റ്ലി മാറ്റി പറയും. 1 മണിക്കൂർ മുമ്പ് പറഞ്ഞ കാര്യം സിറ്റുവേഷൻ മോശമാണെന്ന് കാണുമ്പോഴത്തേന് അങ്ങനെ അങ്ങ് നമ്മൾ മാറും. രാഷ്ട്രീയക്കാരെ പോലെ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ നിഷേധിക്കുന്നു. മീഡിയയാണ് അതിനെ മാറ്റി മറിച്ചത്, ഞാനത് പറഞ്ഞിട്ടില്ല, റെക്കോർഡഡാണ്. നമ്മളതേപോലെ മാറ്റി പറയും. മാറ്റി പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് പറയും, മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് തന്നെ കള്ളം പറയുന്നത്, അല്ലേ? അദ്ദേഹത്തോട് തന്നെ കള്ളം പറയുക. അങ്ങനെ പറഞ്ഞ ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പരാജയപ്പെട്ട 2 പേരെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, മോശ ഒരു സ്റ്റേജിൽ പരാജയപ്പെട്ടു, പത്രോസ് ഒരു സ്റ്റേജിൽ പരാജയപ്പെട്ടു അവിടെ. പക്ഷേ ഈ പരാജയങ്ങളെ ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ? അവിടെ നിന്ന് ദൈവം മാറ്റി അവരെ വിജയികളായിട്ട് മാറ്റിക്കഴിഞ്ഞിട്ട് ഇതാ മോശ നയിക്കുക, അനേക 1000 ലക്ഷക്കണക്കിന് ജനങ്ങളെ നയിച്ചു കൊണ്ടുപോവുകയാണ് മോശ.
എനിക്ക് വളരെ എനിക്കത് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ അത്ഭുതം തോന്നും. ഈ മോശ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ദൈവം അവിടെ ഒരു പാരലൽ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് കൂടെ ദൈവം ചെയ്തുകൊണ്ടേയിരുന്നു, അല്ലേ? വിസിബിൾ അല്ലാതെ ആരെയാ? യോശുവയെ ദൈവം അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. ഇതൊരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ ആലോചിക്കണം. അഹരോനല്ല ഇവിടെ ഒരു യോശുവയെ ദൈവം തയ്യാർ ചെയ്തുകൊണ്ട് വരികയാണ്. മോശ വിചാരിക്കുന്ന മോശ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ബട്ട് ആ മോശയ്ക്ക് താഴെ ഒരു യോശുവയെ ദൈവം തയ്യാറാക്കിക്കൊണ്ട് വരികയാണ്. മോശ ഒരിക്കലും ഒരുപക്ഷെ വിചാരിച്ച് കാണും, ഞാനില്ലാതെ എങ്ങനെ ഇസ്രായേൽ കനാനിലേക്ക് പോകുന്നത്, അല്ലേ? അതുകൊണ്ട് ദൈവം ഒരിക്കലും എന്നെ കനാനിലേക്ക് കൊണ്ടുപോകാതെ ദൈവം ഇവിടെ നിർത്തുകയല്ല എന്ന് മോശ വിചാരിച്ചിരിക്കുക. പിടികിട്ടുന്നുണ്ടോ എന്നീ പറഞ്ഞൊക്കെ? ഉണ്ട്. മോശ വിചാരിക്കുക, ഞാനതിങ്ങനെ ഇമാജിൻ ചെയ്യുന്നതാണ് കേട്ടോ, അത് ബൈബിളിലൊന്നും ഇല്ല. മോശ വിചാരിക്കായിരിക്കും, ഞാനില്ലാതെ എങ്ങനെയാ, നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് ഞാനില്ലാതെ എങ്ങനെയാന്നുള്ളത്. ദൈവമാ കൊണ്ടുവന്നത്. ഇതുവരെ മോശയുടെ കഴിവല്ല, ദൈവം കൊണ്ടുവന്നു. യു ഓൾറെഡി എക്സ്പ്രസ്ഡ് യുവർ ഇന്നബിലിറ്റി. നീ ഒന്നുമല്ല, യു ആർ നത്തിങ്. മോശ എപ്പോഴത് ഓർക്കേണ്ടി അതാണ്. ഇവിടെ കൊണ്ടുവന്നത് ആരാ? ദൈവം മോശയെ കൊണ്ട് ആ വിക്കുള്ളവന്, ശാരീരിക ബലഹീനതയുള്ളവന്, കഴിവ് കുറഞ്ഞൊരാളെ ദൈവം ഉപയോഗിച്ച് ഇതാ ലക്ഷക്കണക്കിന് ജനങ്ങളെയും കൊണ്ട് വരിക. കനാലിൻ്റെ മുമ്പിൽ നിൽക്കുക. യോർദാൻ നദിയിൽ നിന്ന് കടക്കണം, കനാലിലേക്ക് പ്രവേശിക്കണം. എത്ര വലിയ ദൗത്യം അവിടം വരെ കൊണ്ടുവരുവാനായിട്ട് മോശയ്ക്ക് ദൈവം നൽകി. പരാജയത്തിൻ്റെ വാക്കുകൾ ഉച്ചരിച്ച ഒരാളെ ദൈവം വിജയമാക്കി മാറ്റിയതാണ് നാം മോശയിൽ കാണുന്നത്. പത്രോസ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പരാജയപ്പെട്ടെങ്കിൽ ആ രാത്രിയിൽ പരാജയപ്പെട്ട പത്രോസ്, എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അതൊക്കെ ഒത്തിരി വായിച്ചാൽ നമുക്കറിയാം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നോട്ടം അവൻ്റെ നേരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവനെ തിരിഞ്ഞു നോക്കി നമ്മൾ വായിക്കുന്നതല്ലേ, യേശു തിരിഞ്ഞു നോക്കി, കോഴി കൂകിയപ്പോൾ തിരിഞ്ഞു നോക്കി, മോശയെ നോക്കി, അർത്ഥഗർഭമായിട്ട് നോക്കിയപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, അവൻ്റെ ഹൃദയത്തിൽ അത് ടച്ചായി. വായിച്ചു നോക്കുക ഭാഗങ്ങളൊക്കെ അവന് മനസ്സിലായി, ഞാൻ ചെയ്തത് തെറ്റാണ്. മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇതാ അവനിവിടെ മാറ്റപ്പെടുകയാണ്. കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദാസനായിട്ട്. എത്ര വലിയ മാറ്റം നോക്കുക. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അത് കേട്ടതാണ്, നമ്മളെ വിജയിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വിജയികളായിട്ട് തീരണമെന്നുള്ളതാണ്. അനേക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം, ധൈര്യത്തോടെ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ളത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. അതിന് നമ്മുടെ മുമ്പിൽ എസ്തേറുണ്ട്, ദാനിയേലുണ്ട്, ഇന്ന് രാവിലെ ചിന്തിച്ചത്. എന്നാൽ പരാജയത്തിൻ്റെ കുഴിയിലേക്ക് വീണെങ്കിലും അവിടെ നിന്ന് ഉയർന്നു വന്ന രണ്ടുപേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിവിടെ ഇതാ ഈ പത്രോസും മോശയുമാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയൊക്കെ നമ്മൾ വിജയികളായി തീർന്നു, എവിടെയൊക്കെയാണ് നമ്മൾ പരാജയത്തിലേക്ക് പോയത്, അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു മാറ്റം സാധ്യമാണെന്ന് പോകുന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ചാർലി കിർക്ക് ജീവൻ അസ്തമിച്ചു എങ്കിലും ഒരുപക്ഷെ ലോകമെങ്ങും ഇതൊരുപക്ഷെ ഇനി വലിയൊരു മാറ്റത്തിന്, ഒരു വിപ്ലവത്തിന്, ഒരു സുവിശേഷ പ്രചരണത്തിനൊക്കെ ഇടയായിത്തീരും. എന്നാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലുള്ളതാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ലക്ഷണങ്ങളാണ് നമ്മളിന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ജനവിഭാഗങ്ങളിൽ ഒരു സ്ഥലത്ത് ഇവിടെ ഇതാ അനേക ആയിരങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന രംഗങ്ങൾ. ചില സ്ഥലത്ത് ഇവിടെ നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആ യോജിപ്പ്, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കർത്താവ് വേഗം വരാനായിട്ട് പോവുകയാണ്. പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കർത്താവ് വരുവാനുള്ള ലക്ഷണങ്ങളൊക്കെ ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുക. നമുക്കറിയില്ല, ஆனால் നമ്മുടെ ഉത്തരവാദിത്വം ചില നാളുകളായിരിക്കാം, ചില വർഷങ്ങൾ മാത്രമായിരിക്കാം എനിക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി. ആർ വി യൂസിങ് ഇറ്റ്? അത് നമ്മൾ ധൈര്യത്തോടെ നിൽപ്പാൻ, വിജയികളായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ.